കുട്ടികളുടെ ടിഫിനുകളിൽ മാംസാഹാരം കൊടുത്തുവിടരുതെന്ന നിർദ്ദേശത്തെ ചൊല്ലി സ്കൂളിൽ വിവാദം. നോയിഡയിലെ സ്വകാര്യ സ്കൂളാണ് രക്ഷിതാക്കൾക്ക് സർക്കുലർ അയച്ചത്. വിവാദമായതോടെ കൽപ്പനയല്ല നൽകിയതെന്നും ഉപദേശം മാത്രമാണെന്നും സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. ടിഫിനുകളിൽ മാംസാഹാരം കൊടുത്തുവിടരുതെന്ന നിർദ്ദേശത്തിന് 2 കാരണങ്ങളാണ് സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തേത് ആരോഗ്യവും സുരക്ഷയുമാണെങ്കിൽ, രണ്ടാമതായി പരസ്പരം ഉൾക്കൊള്ളാനും ആദരിക്കാനും വെജിറ്റേറിയൻ ഭക്ഷണമാണ് നല്ലതെന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചത്. കുറച്ചുപേർ സർക്കുലറിലെ നിർദ്ദേശത്തെ അംഗീകരിച്ചെങ്കിലും ഭക്ഷണം അവരവർ തിരഞ്ഞെടുക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ധാരാളം രക്ഷിതാക്കൾ എതിർത്തു. ഇതിനു പിന്നാലെയാണ് സ്കൂൾ നൽകിയത് കൽപ്പനയല്ലെന്ന വാദവുമായി അധികൃതർ രംഗത്ത് വന്നത്. സർക്കുലറിൽ അഭ്യർത്ഥന മാത്രമാണ് നടത്തിയതെന്നും നിർദ്ദേശം നൽകിയതല്ലെന്നും നോയിഡ സെക്ടർ 132 സ്കൂൾ പ്രിൻസിപ്പൽ വിശദീകരിച്ചു. ഭക്ഷണത്തിന് ഒരു തരത്തിലുള്ള നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അഭ്യർത്ഥനയായി മാത്രം കാണണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. മാംസാഹാരങ്ങൾ ശരിയായ വിധത്തിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ ആരോഗ്യ സുരക്ഷയെ ബാധിക്കുമെന്നാണ് പ്രാഥമിക കാരണമായി സർക്കുലറിൽ പറയുന്നത്. ഉച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള ഭക്ഷണം രാവിലെ തയ്യാറാക്കി ടിഫിനുകളിൽ അടയ്ക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനാണ് പ്രഥമ പരിഗണനയെന്നും സർക്കുലറിൽ പറയുന്നു. വെജിറ്റേറിയൻ അന്തരീക്ഷം എല്ലാവരെയും ഉൾക്കൊള്ളാനും ആദരിക്കുവാനുമുള്ള സംസ്കാരം പ്രോത്സാഹിപ്പിക്കുമെന്ന കാരണമാണ് രണ്ടാമതായി പറയുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണമാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും വിദ്യാർത്ഥികൾക്ക് പരസ്പരം ആദരിക്കപ്പെടുന്നുവെന്ന തോന്നൽ ഉളവാകുമെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നുവെന്നും ഇത് അംഗീകരിക്കാനുമില്ലെന്നുമാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കുലർ അഭ്യർത്ഥന മാത്രമാണെന്നും കൽപ്പനയല്ലെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ധരംവീർ സിംഗും പറഞ്ഞു. എതിർപ്പുള്ള രക്ഷിതാക്കൾക്ക് വിഷയം വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നയിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.